ഫുക്കോക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ വിൻ സഫാരി മസ്റ്റായിട്ടും പോകണം കേട്ടോ. ആനിമൽസിന് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സൂലു ഡാൻസ് ഈ ഇങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടി പാട്ട് നല്ല എനർജറ്റിക് ആയിട്ട് പാടിയൊക്കെ പെർഫോം ചെയ്യുന്നതൊക്കെയാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെമിംഗോസിനെ കാണാം കേട്ടോ. ഫ്ലെമിംഗോസിനെ ഫീഡ് ചെയ്യാം. അതേപോലെ അതുങ്ങൾ ഫീഡിങ് ടൈം ആയതുകൊണ്ട് നല്ല ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റി. ഒറ്റക്കല്ല് നിൽക്കുന്ന ഫ്ലെമിംഗോനെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. പിന്നെ ചിമ്പാൻസി ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ പേര് ജാക്ക് എന്നാണ്. ഇവന് 2 ഭാര്യമാരുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നു, ഓരോ ആനിമൽസിനെ കണ്ടു. ചെറുതായി മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ആനിമൽ ഷോസ് ഒന്നും തന്നെ നടന്നില്ല. മഴയുള്ള ദിവസങ്ങളിൽ അവർ ഷോ ഒക്കെ ക്യാൻസൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ മിസ് ഔട്ട് ചെയ്തു. എന്നാലും കുറേ ആനിമൽസിനെയൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റി. നമ്മുടെ നാട്ടിലെ ആന ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. വിൻ സഫാരി പോയതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കങ്കാരുവിനെ ഫീഡ് ചെയ്തതാണ് കേട്ടോ. നല്ല ഇലയൊക്കെ അവിടെ അവർ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കൊടുക്കുമ്പോൾ അവന്മാർ ഓടി വരും. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കും. അതിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് കഴിക്കണ കാണാൻ നല്ല രസമായിരുന്നേ. അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഞങ്ങൾ കുറേ ആനിമൽസിനെ കണ്ടിട്ടോ. സിംഹത്തെയും പുലിനെയും മാനിനെയും പിന്നെ ഒട്ടകത്തെയും പിന്നെ അതേപോലെ അവിടെ ബസ് സഫാരി ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സഫാരിക്ക് പോകുമ്പോൾ റൈനോസറസ് ഒക്കെ ഇങ്ങനെ റോട്ടിലൂടെ നടക്കുന്നത് കാണാം. അതുങ്ങൾ ഫ്രീ ആയിരിക്കും. നമ്മളൊരു ജയിലിൽ കൂട്ടിയിട്ട പോലെ ഈ ബസ്സിനകത്തും. സിംഹത്തിന് സെപ്പറേറ്റ് ഒരു ഏരിയ, ഓരോന്നും ഓരോരോ ഡെസിഗ്നേറ്റഡ് ഏരിയയിലാണുള്ളത്. അപ്പം പുലികൾ പിന്നെ ഇടി പിടിക്കുന്നതും കടി പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ജിറാഫും പിന്നെ സീബ്രയൊക്കെ ഉള്ള സ്ഥലം. അവിടെ നിന്ന് ജിറാഫിനെ ഫീഡ് ചെയ്യാനാണ് ഞങ്ങൾ പോയത്. 1.5 ലക്ഷത്തിൻ്റെ ഫുഡാണ് ഇവൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കറൻസി അല്ല കേട്ടോ. ഇവിടെ വിയറ്റ്നാമീസ് കറൻസിയിലെ തുച്ഛമായ എമൗണ്ട് ആണ് കേട്ടോ അത്. എവയാണെങ്കിൽ ബുദ്ധിപരമായ നീക്കമായിരുന്നു. ക്യാരറ്റൊക്കെ 2 പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണെങ്കിലോ കയ്യിലൊക്കെ അപ്പടി തുപ്പലുമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേർഡ്സിനൊക്കെ കാണാനായിട്ടാണ് പോയത്. ഈ പക്ഷികളെല്ലാം തന്നെ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിനകത്ത് വലിയൊരു ഏരിയ ആണ് കേട്ടോ. ആ ഏരിയയുടെ അകത്ത് ഇങ്ങനെ തുറന്ന് സഞ്ചരിക്കുകയാണ്. പറന്ന് നടക്കാം, കുളിക്കാനായിട്ട് വെള്ളമുണ്ട്, കുടിക്കാനായിട്ട് വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ അതുങ്ങളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നമ്മൾ പോയി തോണ്ടാണ്ടിരുന്നാൽ മതി കേട്ടോ. എന്നാൽ ആൽബി അതുങ്ങളെ വെറുതെ വിടില്ല എന്ന് മനസ്സിലായപ്പം അത് അവസാനം ആ സ്ഥലത്തുനിന്ന് സ്ഥലം വിട്ടു. ഫുക്കോക്കിലെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ.